താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണേ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയതാണ് നമ്മുടെ ദിവസങ്ങൾ. വിലമതിക്കുവാനേ കഴിയത്തില്ല. നഷ്ടപ്പെട്ടു പോയാൽ പോയി. നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷവും അനുഗ്രഹവും നന്മകളും ഓരോ ദിവസവും നമുക്ക് കിട്ടിയില്ലെങ്കിൽ അല്ലേ? അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ആഗ്രഹം എന്താണ്? ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമായിരിക്കണം, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസം, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് കിട്ടുന്ന, ഞാൻ സന്തോഷവാനായിരിക്കുന്ന ദിവസമായിരിക്കണം. അപ്പോൾ ഒരു ദിവസം നല്ലതായിരിക്കുവാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ നല്ലതായിരിക്കുവാൻ വേണ്ടി നാം പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളുടെ അല്ലെങ്കിൽ പ്രവൃത്തികളുടെ ഒരു ആകെ തുകയാണ് നമ്മുടെ ദിവസത്തെ നല്ലതായോ ചീത്തയായോ തീരുമാനിക്കപ്പെടുന്നത്. ഇത് ലോകത്തിലെ കാര്യം. അങ്ങനെയെങ്കിൽ ഒരു വിശ്വാസി ദൈവത്താൽ തനിക്ക് മുമ്പിൽ ലഭിക്കുന്ന വിലയേറിയതായ ഒരു ദിവസത്തെ അനുഗ്രഹമാക്കി മാറ്റിയെടുക്കുവാൻ എന്ത് ചെയ്യണം? ഏതൊക്കെ പ്രവൃത്തി ചെയ്താണ് അവന് മുൻപിലുള്ള ആ ദിവസം, അതായത് എനിക്കും നിങ്ങൾക്ക് മുമ്പിൽ ദൈവം നൽകുന്ന, ദാനമായി നൽകുന്ന ആ ദിവസത്തെ അനുഗ്രഹപൂർണമാക്കി നമുക്ക് മാറ്റുവാൻ കഴിയുന്നത്? അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദിവസനയിലായിരുന്നാട്ടെ 7 കാര്യങ്ങൾ ഇതേക്കുറിച്ച് നമ്മൾ ഇന്ന് പകലിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ചിന്തിക്കും. 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് നൽകുമാറാക്കുന്ന, അല്ലെങ്കിൽ ദൈവത്താൽ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹപൂർണമാക്കി തീർക്കുന്ന 7 കാര്യങ്ങൾ. മുഖവരയില്ലാതെ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ കാര്യം പ്രാർത്ഥന. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: തൻ്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ ഭാര്യ റെബേക്ക ഗർഭം ധരിച്ചു. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ, അതായത് നമ്മുടെ ബൈബിളിൽ, നിരവധി സന്ദർഭങ്ങളിൽ ഭക്തന്മാർ അവരുടെ ഇല്ലായ്മകൾ ദൈവവുമായി പങ്കുവെച്ച്, ദൈവത്തോട് അപേക്ഷിച്ച്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്ത സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങൾക്ക് കാരണമായ ആ അപേക്ഷയെ, ദൈവസന്നിധിയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ നിരത്തി വച്ചതിനെ പ്രാർത്ഥന എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാദ്യത്തെ സംഭവമാണ്. 25-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ വാക്യത്തിന് മുമ്പ് പ്രാർത്ഥന എന്നൊരു വാക്ക് നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയത്തില്ല. പ്രാർത്ഥന ഭക്തൻ്റെ ഇല്ലായ്മയെ ദൈവത്തോട് അറിയിച്ച് അവൻ്റെ ആ ഇല്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാക്കുന്ന പരിപാടി. അപ്പോൾ നമുക്ക് വേണ്ടത് നൽകുവാൻ കഴിയുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഓരോ ദിവസങ്ങളും ആരംഭിക്കാം. നോക്കിയേ, ഇസഹാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ ഭാര്യയ്ക്ക് തനിക്കൊരു ഉദരഫലത്തെ നൽകുവാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അനേക സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക്, മക്കൾക്ക്, ഭർത്താവിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പലതും അവർക്ക് തരുവാൻ കഴിയാതിരിക്കുന്ന സന്ദർഭം, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമുക്ക് വേണ്ടത് നേടിയെടുക്കുവാൻ കഴിയാതിരിക്കുന്ന സന്ദർഭം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ചില പരിമിതികളുണ്ട്, കഴിവുകേടുകളുണ്ടെങ്കിൽ അതേ ചൊല്ലി നമ്മൾ നമ്മെ തന്നെ കുറ്റം പറഞ്ഞ്, ഇങ്ങനെ എന്തൊരു ജന്മമാടാ നീ, ഇങ്ങനെ എന്തിന് ജനിച്ചു എന്ന് നമ്മളെയും കുറ്റം പറഞ്ഞ്, ദൈവത്തെയും കുറ്റം പറഞ്ഞ് നമ്മൾ മാറിപ്പോകും. 2, നമുക്ക് വേണ്ടത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് തരുവാൻ കഴിയുന്നില്ല എങ്കിൽ അവരെ കുറ്റം പറയും. ഇവിടെ നമ്മുടെ സ്ഥാനത്താണ് ഇസഹാക്കെങ്കിൽ റബേക്കയുടെ കാര്യം പോക്ക. നീ വന്നു കയറി അന്നേ ഈ വീട് മുടിഞ്ഞു. ഇങ്ങനെ ഒരുത്തിയാണല്ലോ എനിക്ക് കിട്ടിയത്. ഭർത്താവിന് ഭാര്യ ആഗ്രഹിക്കുന്നത് പോലെ വേണ്ട കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ കഴിയുന്നില്ല, നല്ലതൊക്കെ അവൾ ചിന്തിക്കുന്നത് പോലെ കൊടുക്കുവാൻ കഴിയുന്നില്ല. തീർന്നു. ഈ മനുഷ്യൻ എന്തിനാ പിന്നെ പെണ്ണ് കെട്ടിയത്? ഞാൻ എന്ത് നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാ, ഈ കഷ്ടതയിൽ, ഈ കഷ്ടപ്പാടിൽ കൊണ്ടിട്ട് എൻ്റെ ജീവിതത്തെ നരകിപ്പിക്കുന്നു. ഈ തള്ളയ്ക്കും തന്തയ്ക്കും ഞങ്ങൾ എന്തിനാണ് മക്കളായി ജനിച്ചത്? ഇന്നത്തെ മക്കൾ അങ്ങനെയൊക്കെയാ പറയുന്നത്. ഇവർക്കൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ എന്തിന് ഇവരോടൊപ്പം ആയിരിക്കണം? ഇങ്ങനെ പറഞ്ഞ് കുറ്റം പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരായി നമ്മൾ മാറാറുണ്ട്. എന്നാൽ വചനം പറയുന്നു, അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നവരിൽ നിന്ന് നമുക്ക് വേണ്ടത് കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് നമ്മിലില്ലാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയോടെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നാൽ നമ്മുടെ ആ ഇല്ലായ്മയ്ക്ക് ദൈവം പരിഹാരം വരുത്തും. അപ്പോൾ ഓരോ ദിവസവും ആരംഭിക്കുന്നത് എങ്ങനെയായിരിക്കണം? പ്രാർത്ഥനയോടെ ആയിരിക്കണം. യേശുവേ, എൻ്റെ ഈ ദിവസത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. നമ്മൾ പോകുന്ന വഴി അനുഗ്രഹമായിരിക്കണം. എൻ്റെ ജോലി സ്ഥലത്തുള്ളവരും അനുഗ്രഹമായിരിക്കണം. എൻ്റെ യാത്രയിൽ അങ്ങ് കൂടിയിരിക്കണം. അപ്പോൾ ഞാൻ ഇപ്പം പോകുന്നു, എന്നെ സന്തോഷത്തോടെ ഇതുപോലെ എൻ്റെ വീട്ടിനകത്ത് മടക്കി വരുത്തണമേ. ഞാൻ പോകുമ്പോൾ എൻ്റെ ഭാര്യ വീട്ടിനകത്തായിരിക്കുന്നു, അവളെ അങ്ങ് സൂക്ഷിക്കണമേ. ഭർത്താവ് പോകുമ്പോൾ ഭാര്യ പ്രാർത്ഥിക്കണം, എൻ്റെ ഭർത്താവിനോട് കൂടെ ഇരിക്കണമേ.
തക്ക സമയത്ത് മടക്കി വരുത്തണമേ. ചെയ്യുന്നതെല്ലാം സാധിക്കട്ടെ. ഇന്ന് വലിയ സന്തോഷത്തിൻ്റെ ദിവസമാകട്ടെ. ഞങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അങ്ങ് നിവർത്തിച്ച് തരണമേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മക്കൾ പോകുന്ന യാത്രയിലൊക്കെയും യേശുവേ അങ്ങ് കൂടിയിരിക്കണമേ. അവർക്ക് നല്ല ജയം നൽകണമേ. അവരെ അങ്ങ് മാനിക്കണമേ. ദുഷ്ടൻ നോട്ടമിടാതെ അവരെ പരിപാലിക്കണമേ. ഇങ്ങനെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. ഈ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് സ്വയം വിലയിരുത്തിയാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചേ, പുതുതായി ഒരു ജോലിക്ക് പോകുന്നു, പ്രാർത്ഥിച്ചൊക്കെയാണ് തുടങ്ങുന്നത്. കുറച്ച് ദിവസം ആയി കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥന അങ്ങ് പോകും. ഇപ്പോൾ ആദ്യമായിട്ട് വാഹനം ഓടിക്കുന്നവർ നല്ലപോലെ പ്രാർത്ഥിച്ചൊക്കെ വണ്ടിയും കൊണ്ട് റോഡിൽ ഇറങ്ങത്തുള്ളൂ, ഇല്ലേ? സത്യമാണ്. എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ലപോലെ വണ്ടി ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കത്തില്ല. കാരണം എന്താ? നമ്മിലൊരു വിശ്വാസം വരും. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, എൻ്റെ ഭർത്താവ് നല്ലപോലെ ഓടിക്കും, കിടിലൻ ഡ്രൈവറാണ്, ഇല്ലേ? പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രാപ്തിയുള്ളവരും കഴിവുള്ളവരുമായി ഈ റോഡിൽ കൂടെ വരുന്ന വണ്ടിക്കാരെല്ലാവരും കഴിവുള്ളവരാണോ? അപ്പോൾ പ്രാർത്ഥന കുറയ്ക്കാമോ? ഇല്ല, പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ എത്ര സൂക്ഷിച്ചോടിച്ചാലും എതിരെ വരുന്നവൻ സൂക്ഷിച്ചോടിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവൻ ആപത്താണ്. ഓരോരുത്തർ വരുന്ന വരവ് കണ്ടാൽ കൊല്ലാൻ വരുന്നത് പോലെയാണ് തോന്നുന്നേ. വീട്ടിനകത്തുള്ള പ്രശ്നത്തിന് മൊത്തം പരിഹാരം റോഡിൽ തീർക്കുമെന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുണ്ട്. പലവിധമാകുന്ന സ്ട്രെസ്സിൽ ആത്മഹത്യ ചെയ്യുവാൻ കണക്കിന് വാഹനം ഓടിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല നിലകളിൽ വാഹനം ഓടിക്കുന്നവർ റോഡിലുള്ളത് കൊണ്ട് നമ്മുടെ വാഹനത്തെ സൂക്ഷിക്കുവാൻ വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൂതന്മാരാൽ നമ്മുടെ വാഹനത്തെ കാവൽ ചെയ്യും. നമ്മുടെ യാത്ര സുരക്ഷിതമായി സുഖകരമായി കൊണ്ടുചെന്ന് നമ്മെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കും. അതുപോലെ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ എത്ര നന്നായി പെർഫോം ചെയ്താലും നമുക്കൊപ്പം നിൽക്കുന്നവർ കുഴപ്പമാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് അത് ദോഷമാണ്. നമ്മുടെ ജോലി അധികകാലം നമുക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ഇല്ലേ? ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഇങ്ങനെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഓരോ ദിവസവും അനുഗ്രഹമായി തീരത്തുള്ളൂ. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുവാൻ റെഡിയാണല്ലോ. 2, ബൈബിൾ വായിക്കുക. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാവുന്ന ഒരു സന്ദർഭത്തിലായിരിക്കുകയാണ്. ഒരു സംഭവം നടക്കുകയാണ്. അവിടെ വെച്ച് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തെ പ്രഖ്യാപിക്കുന്നു. വചനം ഭക്ഷണമാണ്. കർത്താവ് വലിയൊരു പരീക്ഷയിൽ അകപ്പെട്ടു. അതാണ് ആ സംഭവം. ആ പരീക്ഷയിൽ നിന്ന് കർത്താവിന് പുറത്തു വരണം. അപ്പോൾ പിശാചിനോട് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, പിശാചേ, ഈ ലോകത്തിൽ എൻ്റെ ജഡത്തെ തൃപ്തിപ്പെടുത്തുന്ന ആഹാരത്തെക്കാൾ എനിക്ക് വലുത് ദൈവത്തിൻ്റെ വചനമെന്ന ആഹാരമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമെന്ന ആഹാരം ഭക്ഷിച്ചതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പിശാചിനെ ജയിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ അനുദിന ജീവിതത്തിലും പിശാച് പല നിലകളിൽ നമ്മുടെ സമീപത്തേക്ക് കടന്നു വരും. നമ്മെ പരീക്ഷിക്കുവാനായി നാം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തോടൊപ്പം ചേർന്ന് അല്ലെങ്കിൽ നന്മ പ്രാപിച്ച് സന്തോഷത്തോടെ ജീവിച്ച് മുൻപോട്ട് പോകുന്നതിന് തടസ്സമായി താൽക്കാലികമായ പല ഭോഗസുഖങ്ങളും നമുക്ക് നൽകാമെന്ന് പറഞ്ഞ് പിശാച് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. യേശുവിനോട് പിശാച് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ട് അടുത്തുകൂടിയത്. അപ്പോൾ കർത്താവ് മറുപടി പറയുകയാണ്, എനിക്ക് ഈ കല്ലിനെ അപ്പമാക്കി തിന്ന് അങ്ങനെ പേരെടുക്കണ്ട, അതിലും വലിയ ആഹാരം എൻ്റെ ഉള്ളിലുണ്ട്, ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം കൊണ്ടും എനിക്ക് ജീവിക്കുവാൻ കഴിയും. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കൊണ്ട് ജീവിക്കുമെങ്കിൽ പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിങ്ങളെ തകർക്കുവാൻ, മുടിക്കുവാൻ, അറുക്കുവാൻ കടന്നു വരുന്ന യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം കർത്താവായ യേശു ക്രിസ്തു പിശാചിനെ കുറിച്ച് പറഞ്ഞതാ. അതേ അവിധത്തിൽ കടന്നു വരുന്ന ആ പിശാച് നിങ്ങളിൽ വചനമുണ്ടെങ്കിൽ ഓടിപ്പോകും. എന്തുകൊണ്ടാണ് പിശാചിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? വചനമില്ല. വചനം കുറയുമ്പോൾ അല്ലെങ്കിൽ വചനം എന്ന ഭക്ഷണം കുറയുമ്പോൾ ജീവന് പകരം മരണമുണ്ടാകും. മരണം പിശാചിൽ നിന്ന് കടന്നു വരുന്നു, ആത്മീയ മരണം. അപ്പോൾ നമ്മുടെ ഭക്ഷണം എന്തായിരിക്കണം? ദൈവത്തിൻ്റെ വചനമായിരിക്കണം. എല്ലാ ദിവസങ്ങളിലും നാം വചനം വായിക്കണം. അതിന് യാതൊരു മടിയും കാണിക്കരുത്. അവിധത്തിൽ വചനം ഭക്ഷണമായി ഭക്ഷിച്ച അനേക ഭക്തന്മാരുടെ ജീവിത സാഹചര്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ അങ്ങനെ ഒരു സാക്ഷ്യം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. 4 യഹൂദ ബാലന്മാർ, ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ, ഇവർക്ക് 4 പേർക്കും ലോകം റിച്ച് എന്ന് പറയുന്ന ഒരു ഫുഡ് കഴിക്കുവാനുള്ള അവസരം കിട്ടുകയാണ്. രാജാവ് ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൻ്റെ പങ്ക് ഭക്ഷിക്കുവാനുള്ള അവസരം ഇവർക്ക് കിട്ടുകയാണ്. എന്ന് വെച്ചാൽ
നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാന്യനായ നരേന്ദ്രമോദി ഭക്ഷിക്കുന്ന ഭക്ഷണത്തിനൊപ്പം ആ ആഹാരം അല്ലെങ്കിൽ അതിനൊപ്പം വരുന്ന ആഹാരം കഴിക്കുവാനുള്ള ഒരു അവസരം എത്ര വലിയ ഭാഗ്യമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പിന്നെ വല്ലതും ഉണ്ടോ? ആമേൻ. അപ്പോൾ അങ്ങനെ അത്രമാത്രം വിലയേറിയ ഒരു അവസരം ഇവർക്ക് ലഭിക്കുകയാണ്. ഇവർ അടിമകളാണ്. പക്ഷേ ആ സമയത്തും തങ്ങൾ അടിമകളാണ്, തങ്ങൾക്ക് ആഗ്രഹിക്കുന്നതൊന്നും കിട്ടത്തില്ല എന്ന് തിരിച്ചറിയുമ്പോഴും അവർ ആ രാജകീയ ഭക്ഷണത്തെ നോക്കി പറയുന്നത്, ഞങ്ങൾക്ക് സാധാരണ വെള്ളവും വയ്ക്കലും ഒക്കെ മതി, കാക ഭക്ഷണം മതി. ഞങ്ങൾക്ക് ജീവൻ തരുന്നതും ഞങ്ങളെ പുഷ്ടിപ്പുള്ളവരാക്കി മാറ്റുന്നതും രാജാവ് ഭക്ഷിക്കുന്ന ഭക്ഷണമല്ല, ദൈവത്തിൻ്റെ വചനമാണ്. അല്ലയോ ഷണ്ടാധിപന്മാരെ, നിങ്ങൾ അറിയുക, ഇത്രമാത്രം ആയിരക്കണക്കിന് ജനം അടിമകളായി പിടിക്കപ്പെട്ടിട്ടും അതിന് മധ്യത്തിൽ നിന്ന് ഞങ്ങളെ 4 പേരെയും മാംസപുഷ്ടിയുള്ളവരും തലയെടുപ്പുള്ളവരും കൊള്ളാകുന്നവരുമായി നിങ്ങൾ തിരഞ്ഞെടുത്തുവെങ്കിൽ അതിൻ്റെ കാരണം രാജാവ് ഭക്ഷിച്ച ഭക്ഷണത്തിൻ്റെ മിടുക്കല്ല, ലോകത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ മറ്റേതെങ്കിലും ഭക്ഷണത്തിൻ്റെ പെരുമയുമല്ല, ദൈവത്തിൻ്റെ വചനം ഇടവിടാതെ ഞങ്ങൾ ഭക്ഷിച്ചത് കൊണ്ടാണ്. ആ വചനം ഈ വലിയ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നിർത്തിയെങ്കിൽ ഇവിടെയും നിങ്ങളുടെ മുമ്പിലും രാജാവിൻ്റെ മുമ്പിലും അഴകുള്ളവരും മാംസപുഷ്ടിയുള്ളവരുമാക്കി ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ നിർത്തും. അതേ പ്രിയരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ സന്തോഷത്തോടെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി കാണുവാൻ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കും. നിങ്ങൾ എവിടെ ആയിരുന്നാലും അവിടെ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ വ്യത്യസ്തരാക്കി മാറ്റും. ശത്രുവിന് മുമ്പിൽ കീഴടങ്ങുന്നവരായിട്ടല്ല, ഒന്നിനും കൊള്ളാത്തവരായിട്ടല്ല, മറ്റുള്ളവർക്ക് നോക്കുവാൻ കിടക്കുന്നു. അതേന്നെ, ഇന്ന് മറ്റുള്ളവർക്കൊപ്പം പരാജിതർക്കൊപ്പം മാറി നിൽക്കുന്ന ആ വലിയ കൂട്ടത്തിൽ നിന്ന് ചെറിയ കൂട്ടമായി ചിലർ മാറുവാൻ പോകുക. താങ്ക് യു ലോർഡ്. അപ്പോൾ വായിച്ചു തുടങ്ങുമല്ലോ സഹോദര സഹോദരി, പരാജിതരുടെ ആ വലിയ കൂട്ടത്തിൽ ഒരാളായിരിക്കുവാനല്ല, ജയാളിയായി നിന്റെ മുഖത്ത് ആ സന്തോഷവും ആ അഴകും ഉണ്ടാകുവാൻ നീ വചനം വായിക്കണം. മാതാവേ, പിതാവേ, നിങ്ങളുടെ മുഖത്ത് ആ സന്തോഷം മറ്റുള്ളവർ കാണുവാൻ, ആ സന്തോഷത്തിന് വേണ്ടത് വചനം വായിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ദൈവം തരും. അപ്പോൾ മൂന്നാമത് എന്താണ്? സ്തുതിക്കുക. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 52-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു ഓർമ്മപ്പെടുത്തൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. സ്തുതിക്കുവാൻ മറന്നുപോയ ശിഷ്യന്മാർ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അലറി നിലവിളിച്ച് പരിഭവം പറയുന്ന ഒരവസ്ഥ അവരുടെ ജീവിതത്തിലുണ്ടാകുകയാണ്. അപ്പോൾ കാറ്റും കടലും അവരെ പേടിപ്പിച്ചു. ഗലീല കടലിൽ ശിഷ്യന്മാർ തകർന്നു തരിപ്പണമായി. യേശുവിൻ്റെ ശിഷ്യന്മാർ പേടിച്ച് നിലവിളിച്ചു. അയ്യോ! അനേക ഭവനങ്ങളിൽ നിന്ന് ആ നിലവിളി ഉയരുന്നുണ്ട്. അയ്യോ, എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയായി? ഇതെന്തായിത്തീരും? ഈ രോഗം എന്നെ കൊല്ലും, ഈ കടത്തിൽ ഞാൻ അവസാനിക്കും, എനിക്ക് മുൻപോട്ടൊരു ജീവിതമില്ല. ഭയന്ന് നിലവിളിക്കുകയാണ്. സ്വയം പേടിപ്പിക്കുന്നു, മാത്രമല്ല മറ്റുള്ളവരെയും പേടിപ്പിക്കുന്നു. കാരണം എന്താ? അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അവർ അപ്പത്തിൻ്റെ സാക്ഷ്യം മറന്നുപോയി. അവർ കടലിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ മലമുകളിൽ വെറും 5 അപ്പവും വർദ്ധിപ്പിച്ച് അവർക്ക് മതിവരുവോളം തൃപ്തിയാകുവോളം തിന്നുവാനും നൽകി അവരെ കൊണ്ട് അതിൻ്റെ ബാക്കി ചുമപ്പിച്ച യേശുവിനെ അവർ മറന്നുപോയി. ആ സാക്ഷ്യത്തെ അവർ മറന്നുപോയി. വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, ഇന്നലകളിൽ നിങ്ങളെ നിർത്തിയ, നിങ്ങളെ നടത്തിയ യേശുവിനെ നിങ്ങൾ മറക്കുകയാണ്. ഇന്നലകളിൽ അവൻ നിർത്തിയെങ്കിൽ ഈ പ്രശ്നത്തിന് മധ്യത്തിൽ, ലോകത്തിൽ ആർക്കുമില്ലാത്ത പ്രശ്നത്തിന് മുൻപിലാണ് നിങ്ങളായിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചേ, അവിടെ വരെ നിങ്ങളെ നിർത്തി. ആമേൻ. അവിടെയും നിങ്ങൾ ജീവനോടെ ഉണ്ട്. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ, അറിയുന്നവർ എത്രയോ പേർ നിങ്ങൾ ചുറ്റുപാട് വന്ന് നോക്കിയേ. ഈ ലോകത്തില്ല. ഇന്ന് അനേകരെ ഈ ലോകത്തിൽ കാണുവാനില്ല. മരണപ്പെട്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. അങ്ങനെയുള്ള ലോകത്തിൽ നമുക്ക് ഒരു ദിവസം കൂടി ദൈവം തന്നു. പ്രശ്നത്തിന് മുമ്പിലാണ് എങ്കിലും ദൈവം നമുക്കൊരു ദിവസം തന്നു, നമ്മെ നിർത്തിയിരിക്കുന്നു. ആ ദൈവം ഇന്നലകളിൽ പ്രവർത്തിച്ചവനാണ്. അവൻ ഇനിയും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. ആരുടെ ജീവിതത്തിൽ? നിങ്ങളുടെ ജീവിതത്തിൽ. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. സഹോദര, ആ ജോലി സ്ഥലത്ത് നിന്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിന് ഇനിയും അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും. അപ്പോൾ അപ്പത്തിൻ്റെ സാക്ഷ്യം മറന്ന ഭക്തന്മാർ ഭയന്ന് നിലവിളിച്ചു. അതേ വേദപുസ്തകത്തിൽ തന്നെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളുടെ മധ്യത്തിലും സ്തുതിക്കുന്ന 2 ഭക്തന്മാരെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസും ശീലാസും.
അവർ ദൈവത്തെ സ്തുതിച്ചു. വചനം പറയുന്നു, അവർ ദൈവത്തെ സ്തുതിച്ചതുകൊണ്ട് അവരുടെ ഭയപ്പാടിന് കാരണമായിരുന്ന വിഷയത്തിൽ നിന്ന് ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു. നോക്കുക, അവരുടെ വിഷയം എന്തായിരുന്നു? അവർ കോലിനാൽ അടിക്കപ്പെട്ടു, അവർ വിവസ്ത്രരായി, പൊതുസ്ഥലത്ത് അവർ നഗ്നരായി. പിന്നെ എന്ത് ജീവിതമാണ് അല്ലേ? നാണം കെട്ട്, തലകുനിച്ച്, അടികൊണ്ട്. അവരുടെ ലക്ഷ്യം, അവർ യൂറോപ്പിൽ സുവിശേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കുവാൻ വേണ്ടി പോയതാണ്. ഇപ്പോൾ ഇതാ ജയിലിലായിരിക്കുന്നു. അത്രമാത്രം വലിയ ഭയപ്പെടുത്തുന്ന അവസ്ഥയുടെ മധ്യത്തിൽ അവരായിത്തീർന്നു. 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ പകൽ പ്രാർത്ഥിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ലായിരുന്നു. അവർ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചു. ഒപ്പം തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു, അവർ പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ നിങ്ങളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. സ്തുതിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും നന്മകൾ വേണം, ആണല്ലോ. ഇപ്പോൾ കടലിൽ വെച്ച് പ്രശ്നമുണ്ടായപ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ? അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിൻ്റെ സാക്ഷ്യം അവർ മറന്നുപോയി. അങ്ങനെ ഒരു സാക്ഷ്യം ഇവിടെ അങ്ങനെ ഒരു സാക്ഷ്യമുണ്ടോ? ഇല്ല. അടി കൊണ്ട് ആ ദേഹം മൊത്തം നീറിക്കൊണ്ടിരിക്കുക. അപ്പോഴാ സാക്ഷ്യം മുറിക്കകത്ത് കിടക്കുക. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാ, പെട്ടുപോയി. കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുവാൻ വേണ്ടി ഇറങ്ങിയതാ, പലതും ചെയ്യുവാൻ വേണ്ടി ഇറങ്ങിയതാ, പെട്ടുപോയി. പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് നിന്നയും നിരാശയും കാരാഗ്രഹത്തിൻ്റെ അനുഭവം അല്ലേ? എന്ത് കണ്ടിട്ട് സ്തുതിക്കുവാനാ? നോക്കി, അവരാദ്യം എന്താ ചെയ്തത്? പ്രാർത്ഥിക്കുക ചെയ്തത്. പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്? നിങ്ങൾ യാചിക്കുന്നത് കിട്ടി എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം, അങ്ങനെയല്ലേ? അപ്പോൾ അവർ പ്രാർത്ഥിച്ചപ്പോൾ അവരെന്താ വിശ്വസിച്ചത്? ഈ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ഇളകുന്നു. ഈ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. സ്തുതിച്ച് തീർന്നതും കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകി. ഞങ്ങളുടെ കൈകളിലും കാലുകളിലും ബന്ധിക്കപ്പെട്ടിട്ടുള്ള ആമങ്ങൾ പൊട്ടി മാറുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. സ്തുതിച്ചപ്പോൾ കൈകളിലും കാലുകളിലും കെട്ടിയിരുന്നത് സകലതും പൊട്ടി താഴെ വീണു. ഈ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്ന കൃപയ്ക്കായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവെ. സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു. അവർ പിന്നെയും സ്തുതിച്ചു. ഞങ്ങളെ ഉപദ്രവിച്ച, ഞങ്ങളെ ഇതിനകത്ത് കൊണ്ട് കെട്ടി പൂട്ടിയിട്ട ആ കാരാഗ്രഹ പ്രമാണിയെയും കുടുംബത്തെയും ഈ ജയിലിനെയും ഞങ്ങളുടെ കയ്യിൽ അങ്ങ് ഏൽപ്പിക്കുന്ന കൃപയ്ക്കായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവെ. സ്തുതിച്ചപ്പോൾ വെളിച്ചമന്വേഷിച്ച് കാരാഗ്രഹ പ്രമാണി ഓടി വരിക. രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യജമാനന്മാരെ, ഈ രാജ്യത്തെ, ഈ യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. സ്തുതിച്ചതും ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് തുടങ്ങി. യൂറോപ്പിൽ സുവിശേഷം പരക്കുവാൻ തക്കവണ്ണം കർത്താവ് അവരെ ശക്തിപ്പെടുത്തി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളായിരിക്കുന്ന തകർക്കപ്പെട്ട, ഉടയ്ക്കപ്പെട്ട, നിരാശയും വേദനയും അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങും. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ സ്തുതിക്ക് കാരണമായിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് തുടങ്ങും. യേശുവിൻ നാമത്തിൽ അടിസ്ഥാനങ്ങൾ ഇളകുവാൻ തുടങ്ങും. പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ മൂടി ബന്ധിച്ചിരിക്കുന്ന സ്തോത്രം, ആ അടിസ്ഥാനങ്ങൾ യേശുവിൻ നാമത്തിൽ അത് പറഞ്ഞു പോകുക. ആ രോഗത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി മാറുക. ആ കടത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി മാറുക. തലമുറകളുടെ മേൽ ബന്ധിച്ച് വെല്ലുവിളിക്കുന്ന, ഭാവിക്ക് വിരോധമായി കെട്ടിയിരിക്കുന്ന കെട്ടുകൾ പൊട്ടി മാറുക. താങ്ക് യു ലോർഡ്. സ്തുതിക്ക്. ആമേൻ. എനിക്ക് ആരാധന സ്വാതന്ത്ര്യം തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ. സ്തുതിക്ക്. ആ കെട്ടുപൊട്ടും. ആരാധന സ്വാതന്ത്ര്യത്തിന് വിരോധമായ കെട്ടുപൊട്ടും. പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ഭവനത്തിനകത്ത് ഒളിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ട അവസ്ഥയിൽ എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദര, സ്തുതിക്ക്. നിനക്ക് സ്വാതന്ത്ര്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്ക്. സ്വാതന്ത്ര്യവുമായിട്ട് നിന്നെ പൂട്ടിയിട്ടവർ, ഒതുക്കിക്കളഞ്ഞവർ കടന്നു വരുവാൻ പോകുക. എതിർത്ത് നിൽക്കുന്നവർ, മാതാവേ, പിതാവേ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിരോധമായി സംസാരിക്കുന്ന നിങ്ങളുടെ തലമുറകൾ നിങ്ങൾക്കൊപ്പം വരുവാൻ പോവുക. രക്ഷ പ്രാപിക്കുവാൻ അമ്മ, അപ്പ, ഞാൻ എന്ത് ചെയ്യണം? ആ ജോലി സ്ഥലത്ത് നിന്നെ അപമാനിക്കുന്ന, പരിഹസിക്കുന്ന അതേ അവർ ചോദിക്കുവാൻ പോവുക. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ ഞാൻ എന്ത് ചെയ്യണം? നിന്നോടാ ചോദ്യം, നിന്നോടാ. നിന്നിലൂടെ സുവിശേഷത്തിന്റെ വിത്ത് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് വിതറപ്പെടുവാൻ പോവുക. അപ്പോ സ്തുതിക്കണം. ശ്രദ്ധിക്കുമല്ലോ. 1 പ്രാർത്ഥന, 2 വചനം വായന, 3 സ്തുതി. ഇത് 3 നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ? എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഒത്തിരി പേർ അല്ല, ഏകദേശം പേര് ഇത് ചെയ്യുന്നതാണ്. പക്ഷേ ദിവസം അനുഗ്രഹമായി മാറുന്നില്ല. അപ്പോൾ ഇനിയുള്ള 4 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4ാമത്തെ കാര്യം, ക്ഷമിക്കുക. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥന അതെ അനുഗ്രഹത്തിൻ്റെ താക്കോലാണ്, വിടുതലിൻ്റെ വഴികാട്ടിയാണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ
പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം: ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവത്തോട് പറയുവാനുള്ളതാണ്: ഞങ്ങൾ ക്ഷമിച്ചു, അതുകൊണ്ട് അങ്ങും ക്ഷമിക്കണമേ. അപ്പോൾ നമ്മൾ ക്ഷമിക്കുവാൻ തയ്യാറാകണം. ആരോട്? നമ്മുടെ ശത്രുക്കളോട്. അവർ നമുക്ക് വിരോധമായി ചെയ്ത എല്ലാ പ്രവൃത്തികളോടും. നിവർത്തികേട് കൊണ്ടല്ല. പലരും ക്ഷമിക്കാൻ തയ്യാറാകാറുണ്ട്. ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലുള്ള കലിങ്ങിലിരിക്കും. അപ്പോൾ പോലീസ് ജീപ്പ് കൊണ്ടുവന്ന് ചവിട്ടിയിട്ട് അവർ മാതൃഭാഷയിലുള്ള നല്ല തെറി വിളിക്കും. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ആ ഭാഷ സ്കൂളിനകത്തോ മറ്റു സ്ഥലത്തോ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കണമെന്നറിയാം. പക്ഷേ പോലീസുകാരായതുകൊണ്ട് നമ്മൾ പ്രതികരിക്കത്തില്ല. കാരണം നമ്മുടെ നിവർത്തികേടുകൊണ്ട്. അവർക്ക് അധികാരമുണ്ട്. ആ ക്ഷമയല്ല, അത് അക്ഷമയാണ്. ആ ക്ഷമയല്ല നമുക്ക് ആവശ്യം. നമുക്ക് പ്രതികരിക്കുവാൻ കഴിയുമ്പോഴും നമ്മൾ മിണ്ടാതിരിക്കുക, നമ്മൾ ക്ഷമിക്കുക. മനഃപൂർവ്വമായി തന്നെ നമുക്ക് വിരോധമായി, നമുക്ക് ഒപ്പമുള്ളവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ ശത്രുക്കൾ ചെയ്ത കാര്യങ്ങളെ ക്ഷമിക്കുവാൻ നമ്മൾ തയ്യാറാകുക. അപ്പോൾ നമ്മൾ ക്ഷമിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. എന്താണെന്നറിയാമോ? നമ്മൾ ക്ഷമിക്കുന്നത് പോലെയാണ് ദൈവം നമ്മോടും ക്ഷമിക്കുന്നത്. അപ്പോൾ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ബേസ് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം നമ്മോട് ക്ഷമിക്കുന്നതാണ് നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ബേസ്. ഇപ്പോൾ നമ്മുടെ ആരുടെയെങ്കിലും നീതി പ്രവൃത്തിയോ നല്ല പ്രവൃത്തിയോ കണ്ട് ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ പറ്റുമോ? എന്നെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു നീതി പ്രവൃത്തിയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ പാപികളിൽ രണ്ടാമൻ ഞാനാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഒന്നാമൻ ദേവദാസൻ്റെ ഭാര്യയായിട്ടായിരിക്കും. അല്ല കേട്ടോ, ഒന്നാമൻ പൗലോസ് അപ്പോസ്തലൻ അത് ഏറ്റെടുത്തു. അതുകൊണ്ട് ഞാൻ രണ്ടാമൻ. നമ്മളിൽ നന്മ പ്രവൃത്തികളൊന്നുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമ്മോട് ക്ഷമിക്കുകയാണ്. ആ ക്ഷമയുടെ ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെയും. ദൈവം ഓരോ തവണയും നമ്മോട് ക്ഷമിക്കുന്നത് കൊണ്ട് നമുക്ക് വിടുതലുണ്ടാകുന്നു, നമുക്ക് അനുഗ്രഹമുണ്ടാകുന്നു, നന്മയുണ്ടാകുന്നു. അങ്ങനെ ദൈവം ക്ഷമിച്ച് അനുഗ്രഹിക്കുന്ന നമ്മോട് പറയുന്നു, നമ്മളും ക്ഷമിക്കണം, നമ്മുടെ ശത്രുക്കളോട് ക്ഷമിക്കണം. ക്ഷമയുടെ ഫലം എന്താണ്? അതൊരു നിസ്സാര കാര്യമല്ല. കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഒരു നിമിഷം നിങ്ങൾ ആ ഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു, രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ, ഈ ദൈവത്തെയാണ് തങ്ങൾ ക്രൂശിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും ക്രൂശിക്കാൻ നിൽക്കുമോ? കല്ലെറിയുമോ? അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല ഇത് ദൈവമാണെന്ന്. അതുകൊണ്ടാണ് ക്രൂശിച്ചത് യേശുവിനെ, അല്ലേ? അർത്ഥം, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിനെ നിങ്ങൾ ആരെന്നും മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നത്. യോസേഫിനെ എന്തുകൊണ്ടാണ് സഹോദരന്മാരുടെ അടുത്ത് പൊട്ടക്കിണറ്റിലിട്ടെ? അവൻ മിസ്രൈമിലെ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണോ? അല്ല, അവൻ അങ്ങനെ ആകുമെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. പലർക്കും അറിയത്തില്ല. സഹോദര സഹോദരി, യേശു ആരാണെന്ന് പലർക്കും അറിയാത്തതുപോലെ നീ ക്രിസ്തുവിലുള്ളവനാണ്, നീ അനുഗ്രഹിക്കപ്പെടുവാനുള്ളവനാണ്, നീ മാനിക്കപ്പെടുവാനുള്ളവനാണ്. ഓ സ്തോത്രം! നീ ദേശത്തിൽ പലതിനെ അവകാശമാക്കുവാനുള്ളവനാണ്. പലർക്കും അറിയത്തില്ല, അതുകൊണ്ട് അവർ ശത്രുക്കളായി നിൽക്കുന്നു. നീ പലതിനെയും വാഴേണ്ടവനാണ്, അറിയാത്തത് കൊണ്ട്. അതുകൊണ്ട് അങ്ങ് ക്ഷമിച്ചു കളാം. ക്ഷമിച്ചേ പറ്റത്തുള്ളൂ. 4, ക്ഷമിക്കുക. 5-ാമത്തെ കാര്യം, ശോധന ചെയ്യുക, അല്ലെങ്കിൽ നമ്മെ തന്നെ വിലയിരുത്തുക. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. എങ്ങനെ? ഒരു ദിവസം പ്രഭാതമായി നമ്മൾ പ്രാർത്ഥിച്ചു, ബൈബിൾ വായിച്ചു, നമ്മൾ ചെയ്ത അതേ രീതിയിൽ പല പല സ്ഥലങ്ങളിൽ നമ്മളായിരുന്നു. ചിലർ ജോലി സ്ഥലത്ത്, ചിലർ വീട്ടിനകത്ത്, ചിലർ യാത്രയിൽ, മറ്റു പല 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 കാര്യങ്ങളുമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു വന്നു, ഭവനത്തിൽ തിരികെ വന്ന് ഭവനത്തിലായിരിക്കുന്നു. അപ്പോൾ ഒരു വിലയിരുത്തൽ നടത്തുക. ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെയായിരുന്നു? എൻ്റെ പ്രവൃത്തികൾ എങ്ങനെയായിരുന്നു? ഞാൻ ചെയ്ത കാര്യങ്ങൾ, ഞാൻ ചിന്തിച്ച ചിന്ത, എൻ്റെ തീരുമാനങ്ങൾ, ഇതൊക്കെ നല്ലതായിരുന്നു, ഇതൊക്കെ ദോഷമായിരുന്നു, എൻ്റെ സ്വഭാവം നല്ലതായിരുന്നു. അപ്പോൾ അത് വിലയിരുത്തി എന്തു ചെയ്യണം? നമ്മൾ വിലയിരുത്തും. നമ്മളോട് ഒരാൾ 1 പറഞ്ഞു, നമ്മൾ 2 പറഞ്ഞു. വിലയിരുത്തൽ ഇതാ, 3 കൂടെ പറയാനുള്ളതായിരുന്നു, ഇന്ന് പറ്റിയില്ല, പോട്ടെ, നാളെ ആവുമല്ലോ, നാളെ അവൻ വരുമല്ലോ ജോലിക്ക്, നാളെ വാടാ ശരിയാക്കി തരാം. അങ്ങനെയാണോ? അല്ല. പിന്നെ നമ്മൾ തിരിച്ചറിയുന്ന നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. എൻ്റെ യേശുവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാൻ പാടില്ലാത്തത് ഇന്ന് പറഞ്ഞു, ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു, ഞാൻ നോക്കാൻ പാടില്ലാത്തടത്ത് നോക്കി, ഞാൻ പോകാൻ പാടില്ലാത്ത സ്ഥലത്ത് പോയി. അപ്പോൾ ഇതൊക്കെ ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റു പറയുക. നമ്മളത് ഏറ്റു പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഏറ്റു പറയുമ്പോൾ പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം അത് ക്ഷമിച്ചു തരും. അപ്പോൾ നമ്മൾ പാപത്തിൽ നിന്ന് ഫ്രീ ആയി. എന്നിട്ട് തൊട്ടടുത്ത ദിവസം എന്ത് ചെയ്യണം? ഈ ഡിസംബർ 31-ാം തീയതി കുടി നിർത്തുന്ന മദ്യപാന്മാരെ പോലെ, ഞാനും അങ്ങനെ ആയിരുന്നു കേട്ടോ.
അടുത്ത 1-ാം തീയതി കുടി തുടങ്ങും. അപ്പോൾ കൂട്ടുകാർ ചോദിക്കും, എന്തിനാടാ നീ കുടി നിർത്തിയല്ലേ തുടങ്ങിയത്? എങ്കിലല്ലേ അടുത്ത വർഷം നിർത്താൻ പറ്റൂ. അതുപോലെ നമ്മൾ വീണ്ടും തുടങ്ങരുത്. വൈകുന്നേരം വന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ വേണ്ടി. നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതായിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ വിലയിരുത്തുമ്പോൾ ദൈവം ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം, ഒരു പെരുമാറ്റം, ഒരു രീതി നമുക്കുണ്ട്. അതിനെ നമ്മൾ ഉപേക്ഷിച്ച് കളയും. പിന്നെ അതിനൊരു അവസരം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കരുത്. അത് വിടാതെ പിന്നാലെ വരും. ഈ ചിലന്തി വല നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ചിലന്തിയും വരും പോലെ നമ്മളതിനെ മനഃപൂർവ്വമായി തന്നെ ഒഴിവാക്കി കളയുക. അപ്പോൾ നമ്മൾ വിലയിരുത്തി നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് അതിനെ ഒഴിവാക്കുക. 6-ാമത്തെ കാര്യം, സഹായം ചെയ്യുക. 1 കൊരിന്ത്യർക്ക് ലേഖനം 12-ാം അധ്യായം 28-ാമത്തെ വാക്യം. അപ്പോൾ ആ വാക്യഭാഗങ്ങളിൽ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. കൃപാവരങ്ങൾ. അത്ഭുത പ്രവർത്തികളുടെ, വീര്യപ്രവർത്തികളുടെ വരം, ഭാഷാവരം. അയ്യോ, എനിക്ക് തരണേ കർത്താവേ. അതിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വരമാണ് സഹായം ചെയ്യുവാനുള്ള വരം. നല്ല ശമര്യനെ അനുഗമിക്കുവാനുള്ള അവസരം. നമുക്കൊപ്പമുള്ളവർ ദുഃഖത്തിലും കണ്ണുനീരിലും നിരാശയിലും വേദനയിലും ആയിരിക്കുമ്പോൾ ദൈവം അവനൊക്കെ കൊടുത്തു, എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് മാറി നിൽക്കാനല്ല, അവരെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന നന്മകളുടെ കസ്റ്റോഡിയൻ മാത്രമാണ് നിങ്ങളെന്ന ബോധ്യമുണ്ടാകുക. നിങ്ങൾക്കൊപ്പം കഷ്ടത അനുഭവിക്കുന്നവർക്ക് അത് പങ്കുവെച്ച് കൊടുക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ പക്കൽ ദൈവം അതിനായി ഏൽപ്പിച്ചിരിക്കുന്നു. ഒപ്പമുള്ളവർ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ, നിങ്ങൾ അറിയുന്നവർ, അവർ വിശന്നായിരിക്കുമ്പോൾ നിങ്ങൾ വിശപ്പ് തീർന്നതിന് ശേഷം തിന്ന് മിച്ചം വന്നത് വേസ്റ്റാക്കി കളഞ്ഞിട്ട് ഹല്ലേലൂയ ഗ്ലോറി എന്നും പറഞ്ഞ് നിലവിളിച്ചാൽ ദൈവം കേൾക്കത്തില്ല. നല്ല ശമര്യക്കാരൻ്റെ ആ ശിഷ്യന്മാരായി നമ്മൾ മാറണം. നമുക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. ആഹാരത്തിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. പണം കൊടുത്ത് സഹായിക്കുവാൻ കഴിയുമെങ്കിൽ ചെയ്യുക. ആളായി സഹായിക്കുവാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി വിശ്വാസികൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം മറ്റൊന്നുണ്ട്, പ്രാർത്ഥന. നമുക്കൊപ്പം വേദനയിലും കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. അതൊരു നഷ്ടക്കച്ചവടമാണോ? അല്ല. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യോബ് പ്രാർത്ഥിക്കുന്നത് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയൂ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ടാണ്. യോബിൻ്റെ ജീവിതത്തിലൊന്നുമില്ല, ഒരു നന്മയില്ല, എല്ലാം നഷ്ടപ്പെട്ടു. യോബ് പ്രാർത്ഥിച്ചു, ദൈവം അവനുണ്ടായിരുന്നതൊക്കെ ഇരട്ടിയായി പകരം നൽകി. പ്രിയരേ, പ്രാർത്ഥന സഹായം അതാവശ്യമാണ്. നിങ്ങൾക്കൊപ്പമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് പ്രൈസർ ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വളരെയേറെ വിലയേറിയതാണ്. നിങ്ങളെപ്പോലുള്ള ഒത്തിരി പേരുടെ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ദൈവം ശക്തിപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. അടുത്തതും അവസാനത്തേതും 7, യേശുവിൻ്റെ സാക്ഷികളായി ജീവിക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം 11-ാമത്തെ വാക്യം. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുക. നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ഉയരുക. നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങളെ നിരീക്ഷിക്കുന്ന ധാരാളം കണ്ണുകളുണ്ട്. നിങ്ങളൊരു വിശ്വാസി ആയിരിക്കുന്നത് കൊണ്ട്, നിങ്ങൾ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ഒരു സത്യവിശ്വാസി ആയിരിക്കുന്നത് കൊണ്ട്, പുറത്തൊന്നുമല്ല, നിങ്ങളുടെ ഭവനത്തിനകത്തു നിന്ന് പോലും നിങ്ങളെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ട്. ഇവൻ, ഈ പിള്ളാർ, ഈ മാതാപിതാക്കൾ, ഇവരൊക്കെ എന്താണ് ഇവർ പറയുന്നത്, ഇവർ ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ വീക്ഷിക്കുന്നവരുടെ മധ്യത്തിൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുന്നതായിരിക്കണം. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുവാനുള്ളതായിരിക്കണം. അല്ലാതെ ആ നാമം ദുഷിക്കുവാനുള്ളതാകരുത്. ഇന്ന് അനേകരുടെ പ്രവൃത്തികളും വാക്കുകളും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. സോഷ്യൽ മീഡിയകളിലും മറ്റു പല സ്ഥാനങ്ങളിലും പലരും സംസാരിക്കുന്നത് കേട്ടിട്ട് ഇവനൊക്കെ എന്ത് ക്രിസ്ത്യാനി എന്ന് ചോദിക്കുന്ന ആ ഒരു ഗതികേടുണ്ടായിട്ടില്ലേ? നമ്മൾ തന്നെ ചോദിക്കുന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരവസരം നമ്മളെ കൊണ്ടുണ്ടാകരുത്. നമ്മളെ കൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ഉണ്ടാകരുത്. പറ്റുന്ന സഹായം മാത്രം, വേറെ ഒന്നിനും കഴിയുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആരെയും കുറ്റം പറയാനും ആരെയും പരിഹസിക്കുവാനും ആരുടെയും കുറവുകളെ ചൂണ്ടിക്കാണിക്കുവാനും പ്രിയരെ, ഇതിനൊന്നും അല്ല നമ്മെ വിളിച്ചത് കർത്താവ്. നമ്മെ സ്നേഹിക്കുവാൻ വേണ്ടി വിളിച്ചതാണ്. നമ്മൾ ആ ജോലി ചെയ്യുക. നമ്മൾ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് തുടങ്ങും. അങ്ങനെ മഹത്വപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമ്പോൾ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഈ ദിനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ്റെ നാമം മഹത്വപ്പെടുവാനത്രേ. അപ്പോൾ യേശുവിൻ്റെ നാമം നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ, നമ്മൾ മുഖാന്തരം മഹത്വപ്പെടുമ്പോൾ, യേശു മുഖാന്തരം
നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് തുടങ്ങും. ശ്രദ്ധിക്കണമേ, ലാസറിൻ്റെ ജീവിതത്തിൽ യേശു മുഖാന്തരം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് തുടങ്ങി. മരണത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമ്പോൾ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവം തൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. ആ രോഗശയ്യയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് ദേശത്തെ കൊണ്ട് പറയിപ്പിക്കും, ഇവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ആ സൗഖ്യം പ്രാപിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. നിന്നെ കടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവം, ആ കടത്തിൽ നിന്ന് എൻ്റെ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരിക. നിന്റെ തലമുറകൾക്ക് ജയം നൽകുവാൻ കഴിയുന്ന ഒരു ദൈവം, ആ മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അനുഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് മാതാവേ, പിതാവേ, ദേശം സാക്ഷിക്കുവാൻ പോവുക. നിന്റെ ജീവിതത്തിലൂടെ എൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കുവാൻ പോകുക. സഹോദരി, സഹോദര, തകർന്നു പോയി നിന്റെ കുടുംബ ജീവിതത്തെ പണിതുയർത്തി അതിന് കഴിവുള്ള ഒരു ദൈവം, വക്കീലിനും കോടതിക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ആർക്കും കഴിയാത്തത് നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് നിന്റെ ജീവിതം കൊണ്ട് എൻ്റെ കർത്താവ് തൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ പോകുക. ആ ജോലി സ്ഥലത്ത് നിന്റെ നാമം മഹത്വപ്പെടുവാൻ പോകുക. ആമേൻ. എങ്ങനെ? നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമ്പോൾ. അപ്പോൾ ഒരു ദിവസം നമ്മൾ തുടങ്ങുവാൻ പോവുകയാണ്. എന്തൊക്കെ ചെയ്യും? പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, സ്തുതിക്കുക, ക്ഷമിക്കുക, സഹായിക്കുക, ശോധന ചെയ്യുക, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നത് മാത്രം പ്രവർത്തിക്കുക. ഇങ്ങനെ ചെയ്തു നോക്കിയേ, നിങ്ങളുടെ ജീവിതം മാറും പ്രിയരെ. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. നിങ്ങൾ സ്വസ്ഥമായി ഉറങ്ങും. ഓരോ പ്രഭാതങ്ങളെയും നിങ്ങൾ എതിരേൽക്കും. ഓരോ പ്രഭാതങ്ങളിലും പുതിയ പുതിയ നന്മകളുമായി ദൈവം നിങ്ങളെ സന്ദർശിക്കും. അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. അപ്പോൾ ഫോളോ ചെയ്യുമല്ലോ, ഫോളോ ചെയ്യണം. അതുപോലെ ഈ വിശേഷം സാക്ഷ്യമായി ഞങ്ങളെ അറിയിക്കുക. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്ത് കൊണ്ടുവരുന്ന കണ്ണടച്ചോ. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ല സമയം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പമായിരിക്കുവാൻ പ്രിയപ്പെട്ടവരെ അങ്ങ് ഒരുക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ, ആ വചനം അനുസരിച്ച് മുൻപോട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഇവരെ അങ്ങ് ഒരുക്കിയാട്ടെ. ഇപ്പോൾ മുതൽ ദേശത്തിൽ ഇവർ വ്യത്യസ്തരായി മാറട്ടെ. ഇവരെ കാണുന്നവർ അതിശയിക്കട്ടെ. സാക്ഷ്യമുള്ളവരായി ഇവർ മാറട്ടെ. രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സകല രോഗബന്ധനവും ഇപ്പോൾ വിട്ടുമാറട്ടെ. സൗഖ്യത്തിന്റെ ദിവസമായി മാറട്ടെ. തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം. ശത്രുക്കളുടെ മധ്യത്തിൽ ഇവർ മാനിക്കപ്പെടട്ടെ. മേശ ഒരുക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. വരുമാനമില്ലാതെ ഭാരപ്പെടുന്നവർ വരുമാന മാർഗങ്ങൾ ഉണ്ടാകട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ. കച്ചവട സ്ഥാപനങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. വാഹനങ്ങൾ ഓടി ജീവിക്കുന്നവർ വാഹനങ്ങൾ കോട്ടമുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. സാമ്പത്തിക വഴികൾ തുറക്കപ്പെടട്ടെ. കൊടുത്തു തീർക്കുവാൻ, ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. കടങ്ങൾ മാറട്ടെ. പലിശ കടങ്ങൾ മാറട്ടെ. ജപ്തി നോട്ടീസുകൾ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ വഴികൾ തുറക്കട്ടെ യേശുവിൻ നാമത്തിൽ. സഹായികൾ എഴുന്നേൽക്കട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകളെ തടങ്ങി വെച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. സ്തോത്രം. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഭാര്യമാർ, ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. കലഹവും മാറിപ്പോകട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ വിട്ടുമാറട്ടെ. സ്വന്തം ഭവനമെന്ന വാഗ്ദത്തം ഇവർ പ്രാർത്ഥിക്കട്ടെ. ഇവർ പ്രാപിക്കട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ. സ്തോത്രം കർത്താവേ. തലമുറകളുടെ ഭാവി ജീവിതം അനുഗ്രഹമായി തീരട്ടെ. വിദ്യാഭ്യാസ മേഖല അനുഗ്രഹമായി തീരട്ടെ. ദാരിദ്ര്യവും ഇല്ലായ്മകളും മാറിപ്പോകട്ടെ. വിദേശ രാജ്യങ്ങൾ ഇവർക്ക് മുമ്പിൽ വാതിൽ തുറക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. നന്മയുടെ വഴികൾ, ഉറവകൾ തുറക്കപ്പെടട്ടെ. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.